എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വരാൻ പോകുന്ന ശുക്രമാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. 2024 ഡിസംബർ 28 1200 ആണ്ട് ധനുമാസം 13 ശുക്രൻ മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. ശുക്രനെക്കുറിച്ച് പറയുമ്പോൾ ശുക്രനാണ് എല്ലാ സുഖങ്ങളുടെയും കാരകനായിട്ടുള്ള ഗ്രഹം. ദാമ്പത്യകാരകൻ ശുക്രനാണ്, കലകളുടെ കാരകൻ ശുക്രനാണ്. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ്റെ രാശിമാറ്റം ഒരു മാസത്തേക്കാണ് അത് സംഭവിക്കുന്നത്. അതായത് 2024 ഡിസംബർ 28 മുതൽ 2025 ജനുവരി 27 വരെയുള്ള കാലയളവ്. പക്ഷേ ഈ ഒരു മാസം സംബന്ധിച്ച് പറയുമ്പോൾ 12 രാശികളിൽ 9 രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും വന്നു ചേരുന്ന കാലമായിരിക്കുള്ളൂ. അവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശുക്രൻ അനുകൂലമാവുമ്പോൾ സുഖവും സമൃദ്ധിയുമെല്ലാം പൊതുവിൽ വന്നു ചേരുന്നതും ആയിരിക്കും. ഏതൊക്കെയാണ് ആ 9 രാശിക്കാരെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 11ാം ഭാവത്തിലേക്കാണ്, ജന്മത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത്. 11 എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സർവാഭീഷ്ട സ്ഥാനമാണ്. എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്ഥാനമാണ് 11. അപ്പോൾ 11ലേക്ക് കലയുടെയും സുഖത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും ഒക്കെ കാരകനായിട്ടുള്ള ശുക്രൻ വന്നു ചേരുമ്പോൾ സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും എല്ലാം ഈ രാശിക്കാർക്ക് ഈ ഒരു മാസം വന്നു ചേരുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങൾ പല വിധത്തിലും വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും പുതിയ തൊഴിൽ ലബ്ധിയും, തൊഴിലിൽ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള പ്രമോഷനും കാര്യങ്ങളും ഒക്കെ കിട്ടാനും ഒക്കെ യോഗമുണ്ട്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പിലെത്താൻ കഴിയുന്ന സമയമാണ്. ഗൃഹം, വാഹനം ഇത്യാദി ഗുണാനുഭവങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതും ആയിരിക്കും. ഈ രാശിയിൽപ്പെട്ട കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം പൊതുവിൽ അവരുടെ ആ രംഗം കൊണ്ട് കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള മേൽക്കൈയും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ ഒരു മാസം. മേടൻ രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം മൂലം സർവ്വവിധ ആനുകൂല്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലയളവ് ആയിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശിയാണ് മിഥുനൻ രാശി. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9ലേക്കാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത്. 9 എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്, സാമ്പത്തികമായ നേട്ടങ്ങളുടെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യവും ഈശ്വരാധീനവും കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമെല്ലാം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 12ൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശുക്രൻ്റെ ഈ വരവ് അതിൽ നിന്നെല്ലാം ഒരു മാസത്തേക്ക് താൽക്കാലികമായിട്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന സമയവും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറി മികച്ച ആരോഗ്യം നിലനിർത്താനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാകാനും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ പഠനം നടത്താനുമൊക്കെ സാഹചര്യം ഒരുങ്ങുന്ന ഒരു സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ,
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയ എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവ് തന്നെയായിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി എന്ന് പറഞ്ഞാൽ തുലാൻ രാശിയാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് 5ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 5 എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനവും സന്താന സ്ഥാനവും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്താന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മനക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന ഒരു കാലയളവാണ്. കൂടാതെ മനസ്സുഖം ലഭിക്കുന്ന കാലയളവാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ പല നിലകളിലും വന്നു ചേരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ കാലയളവിൽ വന്ന് ചേരുന്നതും ആയിരിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകാനുള്ള സാഹചര്യവും വന്ന് ചേരുന്നതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പൊതുവെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതും ആയിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് 4ലേക്കാണ് ശുക്രൻ്റെ ഗ്രഹചാരം നടക്കുന്നത്. 4 എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ്. ഇപ്പോൾ സുഖത്തിൻ്റെയും മാതൃസ്ഥാനത്തിൻ്റെയും ഒക്കെ ഭാവമായ 4ലേക്കുള്ള ഈ ശുക്രൻ്റെ രാശിമാറ്റം മാതൃഗുണവും മാതൃസമ്പത്തും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന് സഹായകമാകുന്നതാണ്. മാതൃഗുണം മാത്രമല്ല, പിതൃസ്വത്ത് അധീനതയിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും ഉള്ള സമയമാണ്. ഏതെങ്കിലും തരത്തിൽ വഴക്കുകളോ ഒക്കെ ഉണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ തമ്മിൽ അതെല്ലാം മാറി സമാധാനവും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ്. മനസ്സുഖവും ശരീരസുഖവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി സമാധാനവും സന്തോഷവും കുടുംബ ഐക്യവും വന്നു ചേരും. ഗൃഹം, വാഹനം ഇത്യാദി ഗുണാനുഭവങ്ങളും വന്നു ചേരുന്ന കാലയളവാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം അവരനുഭവിച്ചു കൊണ്ടിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദുരവസ്ഥകളോ വിഷമങ്ങളോ മനോവിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സമാധാനവും സന്തോഷവും സൽകീർത്തിയുമെല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവ് ആയിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 3ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 3 എന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ്, മുന്നേറ്റ സ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളിൽ നിന്നും സഹോദര സ്ഥാനീയരിൽ നിന്നുമെല്ലാം വളരെയധികം ഗുണാനുഭവങ്ങളും സഹകരണവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും. സഹോദരങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മനോവിഷമങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി അവരെല്ലാം വളരെ ഐക്യതയോടെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഉദ്യോഗാർത്ഥികളായാലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും, അവരുടെ കർമ്മമേഖല ഏതായാലും അതിനകത്തൊക്കെ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവ് ആയിരിക്കും. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് അപേക്ഷിച്ചിട്ടും കിട്ടാതിരുന്നതൊക്കെ കിട്ടുന്ന ഒരു കാലയളവായിരിക്കും.
കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ബിസിനസ്സുകാർക്കുമെല്ലാം പൊതുവെ ഈ കാലയളവ് വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതും ആയിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് മകരൻ രാശിയാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം നടക്കുന്നത്. 2 എന്ന് പറയുന്നത് വാക്ക്, വിദ്യ, ഭൂമി ഇതിൻ്റെയൊക്കെ കാരകത്വം വഹിക്കുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഇവരുടെ വാക്കുകൾക്ക് ഏറ്റവും കൂടുതൽ മൂല്യം വരുന്ന ഒരു കാലയളവും ഒക്കെ ആണ് ഈ ഒരു മാസക്കാലം കൊണ്ട് ഈ രാശിക്കാർക്ക് സംഭവ്യമാകാൻ പോകുന്നത്. വസ്തുവകകൾ, ഭൂമി, അതായത് പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഏതെങ്കിലും തർക്കത്തിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായ രീതിയിൽ ഇവരിലേക്ക് വന്നു ചേരുന്നതിന് സഹായകമാകുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് പലവിധ നേട്ടങ്ങളും അല്ലെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ സഹായകമായിട്ടുള്ള ഒരു സമയമാണ്. പല നിലകളിലും പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉദ്യോഗാർത്ഥികൾക്കുമെല്ലാം സാമ്പത്തികമായിട്ടുള്ള നില വളരെയധികം മെച്ചപ്പെടാനും അംഗീകാരങ്ങളും നമ്മുടെ വാക്കുകൾക്ക്, ഈ രാശിക്കാരുടെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം സമൂഹത്തിൽ കിട്ടുന്നതുമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും. പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസക്കാലമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശി കുംഭൻ രാശിയാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ജന്മരാശിയിൽ ശുക്രൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തിയും സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവ് എന്ന് പറയേണ്ടതാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ശനിയിൽ ജന്മശനിയുടെ ദോഷങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജന്മശനി തീരാൻ മാർച്ച് 29 വരെ കാത്തിരിക്കണം. പക്ഷേ ഈ ശുക്രൻ്റെ ഈ രാശിമാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യവും മനസ്സമാധാനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരനുഭവങ്ങളും മനോവിഷമങ്ങളും താൽക്കാലികമായിട്ടെങ്കിലും മാറിക്കിട്ടാനും മനസ്സുഖവും കുടുംബസുഖവും ദാമ്പത്യസുഖവും ഒക്കെ വന്നു ചേരുന്നതിന് ഇത് സഹായകമായി വർദ്ധിക്കുന്നതാണ്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലവിധ നേട്ടങ്ങളും വന്നു ചേരും. രാഷ്ട്രീയ പ്രവർത്തകർക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലയളവ് തന്നെയായിരിക്കും ഈ ഒരു മാസക്കാലം. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 9ാമത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 12 എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്, ചെലവിൻ്റെ സ്ഥാനമാണ്, നഷ്ടങ്ങളുടെയൊക്കെ സ്ഥാനം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ശുക്രൻ 12ലേക്ക് വരുമ്പോൾ ചെലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും. അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു സുസ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും. 7ാം ശനിയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ, വ്യാഴം മറഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം വളരെയധികം ഗുണാനുഭവങ്ങൾ ശുക്രൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകുന്നതാണ്. ധനനഷ്ടം, കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ധനനഷ്ടങ്ങളൊക്കെ മാറിയിട്ട് ധനം വിവേകപൂർവം വിനിയോഗം ചെയ്യാൻ കഴിയുന്ന ഒരു സമയവും അതിലൂടെ പലവിധ നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കീർത്തി വർദ്ധിക്കുന്നതായിരിക്കും. ബിസിനസ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും അവരനുഭവിച്ചു കൊണ്ടിരുന്ന വലിയ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനും ഈ ഒരു മാസക്കാലം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സഹായകമാകുന്ന
ഒരു രാശിമാറ്റമാണ് മീനൻ രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 9 രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ശുക്രൻ എല്ലാ സുഖങ്ങളുടെയും കാരകനാണെന്ന് പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.